2 തവണ പ്രഗ്നന്റ് ആയിട്ട് അബോർഷനായി പോയതിനാൽ ഋതുവിനെ അവളുടെ ഹസ്ബൻഡ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഒളിച്ചോടി പോയതുകൊണ്ട് തന്നെ അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും സാധിക്കുന്നില്ല. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ അവളുടെ സഹോദരനായ ഋഷി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 3 ദിവസം മാത്രം പ്രായമുള്ള ആർക്കും വേണ്ടെന്ന് തോന്നിയ ഒരു കുഞ്ഞിനെ കട്ടെടുത്തു. ബാംഗ്ലൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടേതായിരുന്നു ആ കുഞ്ഞ്. അവരുടെ പ്രണയത്തിൽ അബദ്ധവശാലുണ്ടായ കുഞ്ഞായതുകൊണ്ട് തന്നെ അവർക്ക് അതിനോട് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഈ വിവരം അറിഞ്ഞ പോലീസുകാർ കുഞ്ഞിന്റെ കുടുംബക്കാരെയും ഡ്യൂട്ടിക്ക് വരാതിരുന്ന ഹോസ്പിറ്റൽ അറ്റൻഡറായ സനലിനെയും സംശയിച്ചു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി സനൽ രഹസ്യമായ അന്വേഷണം നടത്തി. ഇതേ നേരം പോലീസിനെ കണ്ടു പേടിച്ച് ഋതുവും ഋഷിയും ആ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചെങ്കിലും പിന്നീട് തിരിച്ചെടുക്കാനായി നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ അച്ഛനായ ആകാശ് അവന്റെ സുഹൃത്തുമായിരുന്നു ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയിരുന്നത്. ആ കുഞ്ഞിനെ വല്ല ഓർഫനേജിലും കൊണ്ടുപോയി കളയാനായി ആകാശ് അവന്റെ സുഹൃത്തിനോട് പറഞ്ഞെങ്കിലും ആ കുഞ്ഞിനെ വെച്ച് പണക്കാരിയായ കുഞ്ഞിന്റെ അമ്മയുടെ വീട്ടിൽ നിന്നും അവൻ പണം ആവശ്യപ്പെട്ടു. എന്നാൽ ആകാശ് ആണെങ്കിൽ അതിന് താല്പര്യമില്ലാതെ ഋഷിക്കും ഋതുവിനും ആ കുഞ്ഞിനെ ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ രഹസ്യമായി ആ കുഞ്ഞിനെ അവർക്ക് ഏൽപ്പിച്ചു. എന്നാൽ ഇതേ നേരം സനലിന്റെ അന്വേഷണത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും പർദ്ദ ധരിച്ച ഒരു സ്ത്രീ സഞ്ചിയിൽ എന്തോ എടുത്തുകൊണ്ടു പോകുന്നതായി കാണുകയും സംശയം തോന്നി CCTV പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ അതൊരാണാണെന്നും ഋതുവും ഋഷിയുമാണെന്ന് അവന് മനസ്സിലായി. HIV ടെസ്റ്റ് ചെയ്യാൻ എന്ന പേരിലായിരുന്നു ഋഷി ഹോസ്പിറ്റലിലെത്തി ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ ഋഷിയെ ഋതുവിനെ അവൻ കൈയോടെ പിടികൂടുകയും കുഞ്ഞിനെ പോലീസിൽ ഏൽപ്പിക്കാനായി തീരുമാനിച്ചു. എന്നാൽ ഋതുവുമായുള്ള സംസാരത്തിലാണ് കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുത്ത സമയത്ത് ആ കുഞ്ഞുമായി അവർ നേരെ പോയത് കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തേക്കാണെന്ന് മനസ്സിലാവുന്നത്. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് അവർ ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു. എന്നാൽ ആ കുഞ്ഞിനെ വളർത്താനുള്ള അർഹത തനിക്കില്ലെന്നും നിങ്ങൾ തന്നെ എടുത്തോളാനായി പറഞ്ഞ് ഋതുവിന് വിട്ടുകൊടുത്തതാണെന്ന് മനസ്സിലാവുന്നത്. ഇതെല്ലാം കേട്ട് സംശയം തോന്നിയ സനലാണെങ്കിൽ കുഞ്ഞിന്റെ അമ്മയെ ഫോൺ വിളിച്ചെങ്കിലും ഇനി മേലാൽ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അതോടുകൂടി എല്ലാം സത്യമാണെന്ന് മനസ്സിലാവുകയും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു.